ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ അതിദ്രുത നടപടികളൊക്കെ കണ്ടതാണ് ഈ പകല്. മുഖ്യമന്ത്രി ഇത് നേരിട്ടറിഞ്ഞിട്ടുണ്ട്. ഈ ഒത്തുകളികളെല്ലാം ബോധപൂർവമുള്ളതാണ്. പക്ഷേ ജനങ്ങൾ ഒന്നടങ്കം ഇതിനെതിരാകുന്നു വീണ്ടും എന്ന് വരുമ്പോൾ കണ്ണിൽ പൊടിയിടാനായി സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ, ഇമെയിൽ അയക്കുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ, ഇങ്ങനെയാണോ നിങ്ങളും ഇതിനെ കാണുന്നത്? വേണോ, അതിൽ ഒരു സംശയവും വേണ്ട. ഇതൊക്കെ ഓരോ തട്ടിപ്പല്ലേ. നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പല്ലേ വണ്ടിപ്പെരിയാറിൽ ഒരു 6 വയസ്സുകാരിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ അർജുൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കേരളത്തിൽ ഒരുപാട് പേര് ചർച്ച ചെയ്തില്ലേ, ഒരുപാട് മാധ്യമങ്ങൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തില്ലേ. അന്ന് നമ്മുടെ ചർച്ചകളെ, സംസാരത്തെ പ്രതിരോധിക്കാൻ CPM-ൻ്റെ നേതാക്കന്മാരടക്കം വന്നിരുന്നല്ലോ കേരളത്തിലെ ചാനലുകളിൽ. അർജുനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചു? പ്രോസിക്യൂഷന് പറ്റി, പോലീസ് പരാജയപ്പെട്ടില്ലേ? ആ മരണപ്പെട്ട 6 വയസ്സുകാരി പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാൻ പറ്റിയില്ല. പകരം കുറ്റവാളി എന്ന് പൊതുസമൂഹം മുഴുവൻ ഉറച്ചു വിശ്വസിക്കുന്ന അർജുനെ പോലുള്ള ആളുകൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന സാഹചര്യം കണ്ടു. അതിനുശേഷം ആ കുടുംബം വീണ്ടും വേട്ടയാടപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല. വാളയാറിൽ 2 പിഞ്ചു പെൺകുട്ടികളെ ഇതേപോലെ തന്നെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ നരാധമന്മാരും ഇതുപോലെ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? കേരളത്തിലെ പോലീസ് പാർട്ടി സഖാക്കന്മാരോ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരോ കൊലക്കേസിലോ കൊലപാതക കേസിലോ അല്ലെങ്കിൽ വധശ്രമ കേസിലോ ഒക്കെ പ്രതിയാക്കപ്പെടുന്ന സാഹചര്യത്തിൽ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നുണ്ട്. അതിലൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഈ അമ്മ തന്നെ, സിദ്ധാർത്ഥൻ്റെ അമ്മ തന്നെ അവസാനം പറഞ്ഞു നിർത്തിയ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. കേരളത്തിലെ SFIക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളുടെ അമ്മമാർ ഒരുപാട് നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കണം. തങ്ങളുടെ മക്കൾ മറ്റ് അമ്മമാരുടെ മക്കളെ കൊല്ലാക്കൊല കൊന്നതിൻ്റെ പാപഭാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ശാപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട്. എന്ത് നരാധമ പ്രവർത്തനമാണ്. ഇവിടെ പോലീസിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. പോലീസ് മന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, സിദ്ധാർത്ഥൻ്റെ അച്ഛനും കുടുംബാംഗങ്ങൾക്കും കൊടുത്ത ഉറപ്പ് ആത്മാർത്ഥതയോടെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് നമ്മൾ ജിൻഡോ ജോൺ, ഞാൻ ഈ സർക്കാരിൻ്റെ നടപടിയെ ന്യായീകരിക്കുകയല്ല. പക്ഷേ സർക്കാരിൻ്റെ നടപടികൾ പരിശോധിക്കുമ്പോൾ 9-ാം തീയതി വിജ്ഞാപനം, 16-ാം തീയതി അത് കൈമാറിയെന്നാണ് പറയുന്നത്. ഒരാഴ്ചയാണ്. നിശ്ചയമായും സിദ്ധാർത്ഥൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് അതെല്ലാം നീതിയുടെ വൈകൽ തന്നെയാണ്. പക്ഷേ അപ്പോഴും സാധാരണഗതിയിൽ സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾക്ക് എടുക്കാവുന്ന ഒരു കാലതാമസം മാത്രമല്ലേ ഇത്? അതുകൊണ്ടല്ലേ ഇന്ന് പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞിട്ടുണ്ടാവുക 2 ദിവസം കൂടെ നോക്കട്ടെ ഇതെങ്ങനെ പോകുന്നുവെന്ന്, അതിനുശേഷം തുടർ നടപടികളിലേക്ക് കിടക്കാം, സമരമെങ്കിൽ വീണ്ടും സമരത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് കാലമാണ് എന്നൊന്നും കരുതേണ്ട കാര്യമില്ല, ഈ വിഷയത്തിൽ ഊന്നിയെന്നുകൊണ്ടുള്ള സമരത്തിലേക്ക് എന്ന് പറയുമ്പോഴും 2 ദിവസത്തെ സാവകാശം സർക്കാരിന് കൊടുക്കുന്നുണ്ട്. ഭരണരംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഒരു പ്രായോഗികമായ ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിൻ്റെ ഒരു പ്രതികരണമായി അതിനെ കാണാൻ കഴിയില്ലേ? അതങ്ങനെയല്ല വേണു അതിനെ കാണണ്ടേ. അങ്ങനെയല്ല ഒരു കാരണവശാലും കാണണ്ടേ. 9-ാം തീയതി തീരുമാനമെടുക്കുന്നു, 16-ാം തീയതി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 7 ദിവസത്തെ ഗ്യാപ്പുണ്ട്. ആ 7 ദിവസത്തെ ഗ്യാപ്പ് തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, കോളേജ് അധികൃതർക്ക് എല്ലാവർക്കും വലിയൊരു സമയമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പല ചാനലുകളിലും പുറത്തു വന്നിട്ടുള്ള ചില വീഡിയോസും കുറേ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. മരണപ്പെട്ടതിന് ശേഷമാണ് സിദ്ധാർത്ഥൻ്റെ ബോഡി താഴെ ഇറക്കുന്നതും പിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതും പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പോലീസിനെ അറിയിക്കുന്നത് എന്നുള്ള പല വിവരങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പലതും കേട്ടുകേൾവികളും പലതും ഇങ്ങനെ പല അഭിപ്രായ പ്രകടനങ്ങളാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഡീൻ്റെ സാന്നിധ്യത്തിലല്ലേ സിദ്ധാർത്ഥൻ്റെ ജീവനറ്റ ശരീരം താഴെ ഇറക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത്? പ്രതികളുടെ സാന്നിധ്യത്തിലല്ലേ? എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പോലീസ് ആ ഹോസ്റ്റൽ റൂമൊക്കെ സീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അന്വേഷിച്ച് ചെല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്രയും അസ്വാഭാവികമായിട്ടൊരു മരണം, 10-20-ലധികം ക്രൂര പീഡനങ്ങളുടെ ദൃശ്യങ്ങൾ ശരീരത്തിൽ നഗ്നനേത്രം കൊണ്ട് കണ്ടാൽ തന്നെ കാണാവുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും പോലീസ് അതിൽ അന്ന് ജാഗ്രത എടുത്തില്ല. കോളേജ് അധികൃതർ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല. അതിനുശേഷവും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം പോലീസിൻ്റെ നടപടികൾ എന്തൊക്കെയായിരുന്നു നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ? ഇപ്പോൾ തന്നെ സിദ്ധാർത്ഥൻ്റെ അമ്മ പറഞ്ഞതുപോലെ ഇതിൽ പെൺകുട്ടികളായിട്ടുള്ളവരും പ്രതിയേർക്കപ്പെടേണ്ട ആളുകളായിട്ട് സാഹചര്യത്തിലുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ക്രിമിനലുകളായിട്ട് തന്നെ അവരെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. അതിൽ പോലീസിന് ജാഗ്രത കുറവ് വന്നിട്ടുണ്ട്, ഒന്നാമത്തെ. പിന്നെ ഈ സംഭവങ്ങളുടെ പേരിലൊന്നും സർക്കാരിന് ഇത് മെല്ലെപ്പോക്ക്, അത് സ്വാഭാവികമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പാടില്ല. ഇത്രത്തോളം പ്രതിരോധത്തിൽ നിർത്തിയ ഒരു സാഹചര്യം ഈ അടുത്ത കാലത്ത് വേറെ ഉണ്ടായിട്ടുണ്ടോ? SFIയെ, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ എത്രയോ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് CPM-ൻ്റെ പ്രതിനിധികളെ അയക്കാതെ അവരിരുന്നു, അവർക്ക് വേണ്ട ക്യാപ്സ്യൂളുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 9-ാം തീയതിക്ക് 16-ാം തീയതിക്കും ഇടയ്ക്കുള്ള 7 ദിവസം അതൊരു വലിയ അനാസ്ഥയാണ്. അതിന് മുമ്പുള്ള സാഹചര്യമുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട യുവജന വിദ്യാർത്ഥി മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാക്കന്മാരൊക്കെ സെക്രട്ടേറിയറ്റിൻ്റെ പുറത്ത് സമരം ചെയ്യുന്നു.
ഈ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട്. സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും സമരം ചെയ്യുന്നു. ഇത് മുഖ്യമന്ത്രിക്ക് സ്വയം തോന്നിയോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് സ്വയം തോന്നിയിട്ട് അവരെ പ്രഖ്യാപിക്കുന്ന തീരുമാനമല്ല. അങ്ങനെയെങ്കിൽ ആ സമരപ്പന്തലിരുന്ന് ജയപ്രകാശിനെ ഫോണിൽ വിളിച്ച് പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് അതാ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അങ്ങയുടെ കൂടെ അനുമതിയോടുകൂടി ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നുവെന്ന്. ഇപ്പോൾ ജയപ്രകാശ് പറയുന്നത് പോലെ അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാകില്ലായിരിക്കാം, അല്ലെങ്കിൽ സർക്കാർ നടപടിക്രമങ്ങളെ പറ്റിയുള്ള ധാരണ ഉണ്ടാകില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നിങ്ങളൊരു കാര്യം നേടിയെടുത്തു എന്ന് പറയുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുണ്ടാവുക എന്നൊരു ജാഗ്രതയോടെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നു. ആ അലംഭാവം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? ജയപ്രകാശ് വന്ന് ഇന്ന് നേർക്ക് നേർ വന്ന് പറയുമ്പോഴാണോ ഗൗരവത്തോടുകൂടി ഈ വിഷയം ഇനി ഇടപെടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയേണ്ടത്? അല്ല, അതിനങ്ങനെയല്ല കാണേണ്ടത്. അതിലൊരൊറ്റ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ, KSUവിൻ്റെ, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷർ നടത്തിയ സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം കൺസൾട്ട് ചെയ്യുന്നത് സിദ്ധാർത്ഥൻ്റെ അച്ഛനോടും അമ്മയോടും അവരുടെ കുടുംബാംഗങ്ങളോടാണ്. ഞങ്ങൾ CPMൻ്റെ മുഖ്യമന്ത്രിയോടും CPM നേതാക്കന്മാരോടല്ല, കേരളത്തിലെ മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടല്ല. ഇതിൽ ഏറ്റവും നഷ്ടം നേരിട്ടിട്ടുള്ള സിദ്ധാർത്ഥൻ്റെ കുടുംബാംഗങ്ങളോട് ചോദിച്ചിട്ടാണ് ആ സമരം അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത ഉറപ്പാണ്. കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ മഹിളാ കോൺഗ്രസിനോ തന്നെ ഇപ്പോൾ ഈ പറയുന്ന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി, അതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഫണ്ട് എടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റിയിടൂ, അത്തരം സർക്കുലർ പോയിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള സർക്കാരിൻ്റെ എല്ലാവിധ ഈ പറയുന്ന എഴുത്തുകുത്തുകളെ പറ്റിയും നല്ല ബോധ്യം എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് ഈ കാര്യം അറിയാതെ പോയില്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇത് ഈ സർക്കാർ അതിൽ അനാസ്ഥ കാണിച്ചത് ആരും അറിയാതെ പോയി എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ അറിഞ്ഞോ? പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഈ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും പോലും അറിയുന്നില്ലല്ലോ. മാധ്യമങ്ങളാണല്ലോ. അല്ല, മാധ്യമങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇത് ആരും അറിയുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ അതിൽ ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് മൂടി വെച്ചിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നത് എത്രയോ ദിവസങ്ങൾക്ക് ശേഷം. ശരി, ഇതിലൊക്കെ ബോധപൂർവമായ വീഴ്ചകൾ ഉണ്ടാകാം. അപ്പോഴും ഈ പറയുന്ന ഇമെയിൽ അയക്കൽ എന്ന് പറയുന്ന കലാപരിപാടിയൊന്നും ഉണ്ടായിട്ടുണ്ട്. 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാകാമെന്നാണ് കരുതുന്നത്? രാജീവ് ചന്ദ്രശേഖരനെ പോയി കണ്ടതുകൊണ്ടും VD സതീശനെ പോയി കണ്ടതുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് തിരിച്ചടിയാകും എന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണോ, അതോ ഈ കുടുംബത്തോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണോ? അല്ല, ഇതിൽ ഈ നടത്തിയിരിക്കുന്ന കലാപരിപാടി ഇപ്പോൾ VC തന്നെ സസ്പെൻഷനിലായ കുട്ടികളെ തിരിച്ചെടുക്കുന്നു, കുറ്റവിമുക്തരാക്കുന്നു എന്നാ പറയാ. എന്ത് അന്വേഷണത്തിന്റെ പുറത്താണ് കുറ്റവിമുക്തരാക്കുന്നത്? എന്താണ് ഇവർ തീരുമാനിക്കുന്നത്? ഇത് SFIയോ അല്ലെങ്കിൽ ഇത് SFI മാത്രം ഒരു ക്യാമ്പസിൽ നടത്തുന്ന പരിപാടിയല്ല. AKGCTയെയും AKPCTയെ പോലുള്ള ഇടത് അധ്യാപക സംഘടനകളുടെ കൂടെ അനുവാദത്തിലും മൗനാനുവാദത്തിലും പിന്തുണയോടും കൂടി SFIക്കാർ ഇത് ക്യാമ്പസുകളിൽ മുഴുവൻ നടത്തുന്നത്. സംശയമുണ്ടോ? കേരള യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു കലാധ്യാപകനെ SFIക്കാർ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ച് അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ? കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI ഒന്നും പഠിച്ചിട്ടില്ല. സിദ്ധാർത്ഥന്റെ മരണം ഒറ്റപ്പെട്ടതോ അവസാനത്തോ അല്ല. ഒരുപാട് കുട്ടികളെ ഇവർ ഇനിയും കൊല്ലാക്കൊല ചെയ്യും, കൊല്ലും. ഇവിടെ CPMകാരെ ഭയന്നിട്ട് സ്വന്തം പറമ്പിലെ തേങ്ങയിടാൻ പോലും ആളുകൾക്ക് പറ്റാത്ത സാഹചര്യം കേരളത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ VC ചെയ്തത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, സർക്കാരിന്റെ കൂടി നിർദ്ദേശത്താൽ, പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കും ആ കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത്. ഇവരൊന്നും പഠിച്ച് പാസ്സായാൽ മൃഗങ്ങൾക്ക് പോലും നീതി കിട്ടില്ല. മനുഷ്യജീവികളോട് നീതി കാണിക്കാത്തവർ ഇനി മൃഗങ്ങളോട് നീതി കാണിക്കുമെന്ന് ഞാനോ വേണോ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? പാസ്സായി ഡോക്ടർമാരായാലും മൃഗങ്ങൾക്ക് പോലും കേരളത്തിൽ സമാധാനം കിട്ടില്ല. ശരി.